നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊർജം പകർന്ന് സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ വിജയം. കൊച്ചി ബോൾഗാട്ടി മറീനയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. മുനമ്പ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ TS ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. സേവ് ആലക്കോട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ആലക്കോട് കുട്ടപ്പൻ കവലയിൽ നടന്ന സമരസമിതി വിശദീകരണ യോഗം സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ EP അനിൽ ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ സമ്മേളനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊർജം പകർന്ന് സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ വിജയം. കൊച്ചി ബോൾഗാട്ടി മറീനിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ജനപ്രതിനിധികളും KSEB ഹൈഡൽ ടൂറിസം ജീവനക്കാരും മാത്രമാണ് മാട്ടുപ്പെട്ടി ഡാമിൽ ഉണ്ടായിരുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. പദ്ധതി ഇടുക്കിയുടെ ടൂറിസത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊർജം പകർന്ന് സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ വിജയം. കൊച്ചി ബോൾഗാട്ടി മറീനയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. ഇതെനിക്ക് ഒരു അഭിമാനകരമായ നേട്ടമായിട്ടാണ് തോന്നുന്നത്. മന്ത്രിയായിരിക്കാൻ സാധിക്കുക, ഇടുക്കിയിലെ ജനപ്രതിനിധിയായിരിക്കുക, ഇങ്ങനെ നമ്മുടെ ഈ സംസ്ഥാനത്ത് വന്ന ആദ്യത്തെ പ്ലെയിന് ഇടുക്കിയിലെ ഒരു ജലാശയത്തിൽ ഇറക്കാൻ കഴിയുക, ഇത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം രംഗത്തെ വലിയ മാറ്റങ്ങൾക്ക് നിറം കൊടുക്കുക. ടൂറിസം മന്ത്രി റിയാസിൻ്റെ വലിയ കാഴ്ചപ്പാടുകൾ തീർച്ചയായിട്ടും വലിയ തോതിലാണ് ടൂറിസം രംഗത്ത് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിസഭയും ഇടുക്കിയുടെ ടൂറിസം സാധ്യതകൾ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ടൂറിസം സാധ്യതകൾക്ക് വലിയ തോതിൽ സഹായം ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു സംരംഭം ഇവിടെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിച്ചത്. മാത്രമല്ല കേന്ദ്ര ആഭ്യന്തര വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഉഡാൻ പ്രോജക്റ്റ് റീജിയണൽ കണക്ടിവിറ്റി തീർച്ചയായിട്ടും ആ പ്രോജക്റ്റിൻ്റെ ഭാഗമായി രൂപപ്പെടുമ്പോൾ ഇത് വലിയ മാറ്റങ്ങൾ കടകൊടുക്കാനായിട്ട് കഴിയും. ഭാവിയിൽ വലിയ നേട്ടം ഉണ്ടാകട്ടെ. നമ്മുടെ ആഭ്യന്തര ടൂറിസ്റ്റ് രംഗത്തും വിദേശ ടൂറിസ്റ്റ് രംഗത്തും വളർന്നു വരുന്ന വന്ന് കാണുന്നവർക്കും വലിയ മാറ്റങ്ങൾ കടകൊടുക്കുന്ന ഒരു നേട്ടമായി ഞാൻ ഈ പദ്ധതിയെ കാണുകയാണ്. ജനപ്രതിനിധികളും KSEB ഹൈഡൽ ടൂറിസം ജീവനക്കാരും മാത്രമാണ് മാട്ടുപ്പെട്ടി ഡാമിലുണ്ടായിരുന്നത്. പൊതുജനങ്ങൾക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ല. ഇതിനായി ഡാമിൽ കാര്യമായി മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. താൽക്കാലികമായ ഒരു ബോട്ട് ജെട്ടി ക്രമീകരിക്കുക മാത്രമാണ് ചെയ്തത്. അതിനാൽ തന്നെ ഒരു സാമ്പത്തിക ബാധ്യതയുമില്ലാതെ ഈ പദ്ധതി നടപ്പിലാക്കാൻ പറ്റിയെന്നത് വലിയ കാര്യമായാണ് അധികൃതർ കാണുന്നത്. തെളിഞ്ഞ അന്തരീക്ഷത്തിലാണ് വിമാനം ഡാമിലേക്ക് ഇറങ്ങിയത്. ഏതാണ്ട് 3 കിലോമീറ്റർ വിശാലമായി കിടക്കുന്ന ജലപ്പരപ്പാണ് മാട്ടുപ്പെട്ടി ഡാമിലേത്. എല്ലാ കാലത്തും വെള്ളമുണ്ടെന്നുള്ളതാണ് വലിയ പ്രത്യേകത. 9 പേർക്ക് സഞ്ചരിക്കാം. കടലിലും കായലിലും പറക്കാം. സീപ്ലെയിനിന് പ്രത്യേകതകൾ ഏറെ. കേരളത്തിൽ ചെറിയൊരു ജലാശയത്തിൽ പോലും ഇറക്കാൻ സാധിക്കുന്നതാണ് മാട്ടുപ്പെട്ടിയിലെത്തിയ സീപ്ലെയിൻ. ലാൻഡിങ്ങിനായി പ്രത്യേകം ഒരു സൗകര്യവും ഒരുക്കേണ്ടതില്ല. 2 മീറ്റർ ആഴമുള്ള ഏത് ജലപ്പരപ്പിലും ഇത് ഇറക്കാൻ സാധിക്കും. പദ്ധതി ഇടുക്കിയുടെ ടൂറിസത്തിന് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുനമ്പ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെന്നി പാപ്പച്ചന്റെ നേതൃത്വത്തിൽ മുനമ്പം സമരപ്പന്തലിലേക്ക് റാലിയും സമരപ്പന്തൽ ഭടന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച കാളിയാർ സെന്റ് റീത്താസ് ഫൊറോന. 100 കണക്കിന് വിശ്വാസികൾ അണിനിരന്ന ഐക്യദാർഢ്യ സമ്മേളനം ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഉദ്ഘാടനം ചെയ്തു. അതുകൊണ്ട് നമ്മുടേതായ ആ ഒരു പ്രതിഷേധം നമുക്ക് രേഖപ്പെടുത്താം, അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. നമ്മുടെ ഈ ജീവൻ മരണ പോരാട്ടം അന്തിമമായിട്ട് വിജയത്തിലെത്തുവാനായിട്ട് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അതിന് നമ്മളാൽ ചെയ്യുന്നതെല്ലാം ചെയ്യാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുകയും ചെയ്യും.
സഹവികാരി ഫാദർ ജോസഫ് ചെറുവള്ളി, CSS പ്രസിഡന്റ് ജോബി ഇടത്തടത്തിൽ, സാലു മാത്യു, ജോയ് കാട്ടുവള്ളിപ്പറമ്പിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. തുടർന്ന് ക്രിസ്ത്യൻ സർവീസ് സൊസൈറ്റി ഇന്റർനാഷണലിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബെന്നി പാപ്പച്ചന്റെ നേതൃത്വത്തിൽ മുനമ്പം സമരപന്തലിലേക്ക് റാലിയും സമരപന്തലിൽ എത്തി ഭടന്മാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു. ബെനഡിക് കോയിക്കൽ, സാലു മാത്യു, ജോൺ ഫക്തൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മണ്ണപ്പുറം. ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ TS ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. UDF ചെയർമാൻ VH നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചു. UDF നേതൃത്വത്തിലുള്ള ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇടതുമുന്നണിയുടെ നുണപ്രചാരണങ്ങൾക്കെതിരെ UDF ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. UDF ചെയർമാൻ VH നൌഷാദ് വഴിക്കൽ പുരയിടത്തിലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൺവീനർ AK സുഭാഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ TS ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തൊഴിലുറപ്പ് പദ്ധതിയിലെ അഴിമതി മൂലം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനം കോടതി മുഖാന്തരം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യത കൽപ്പിച്ച അഴിമതിവീരനായ ഇടത് നേതാവിന്റെ ദുരാരോപണങ്ങൾക്ക് ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലത്തീഫ് മുഹമ്മദ് അക്കമിട്ട് മറുപടി നൽകി. അഴിമതിരഹിതവും സുതാര്യവും കാര്യപ്രാപ്തിയുമുള്ള ഭരണം കാഴ്ചവെച്ചതുകൊണ്ടാണ് കഴിഞ്ഞ 3 ടൈമിലും ഇടവെട്ടിയിൽ UDF നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിൽ എത്തിയത് എന്ന് അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ M മോനിച്ചൻ സംസാരിച്ചു. 96-2001 കാലഘട്ടത്തിൽ PJ ജോസഫ് സാർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി. അന്ന് +2 പരിഷ്കാരം കൊണ്ടുവന്നു. സ്വാശ്രയ വിദ്യാഭ്യാസം, സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജുകൾ കൊണ്ടുവന്നു. തൊടുപുഴയിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ആരംഭിച്ചു. മഹാത്മാഗാന്ധി സർവകലാശാല നേരിട്ട് നടത്തുന്ന ഒരു സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്. ആ കോളേജ് തുടങ്ങി അന്ന് മുതൽ ഉദ്ഘാടന വേദിയിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റാണ് ഭരിക്കുന്നത്. ആ ഭരിക്കുന്ന പാർട്ടിയുടെ അല്ലെങ്കിൽ മുന്നണിയുടെ DYFIയും SFIയും ഉൾപ്പെടുന്ന യുവ സംഘടനകൾ ആ ഉദ്ഘാടന വേദിയിലേക്ക് ഉൾപ്പെടെ ആ കോളേജ് തുടങ്ങിയ കാലം മുതൽ സമരം. അവിടെ മാത്രമല്ല, കേരളത്തിലെമ്പാടും സമരമാണ്. ഈ സമരം നടക്കുമ്പോൾ കൂത്തുപറമ്പ് കലാപങ്ങൾ ഉണ്ടാവുന്നു. അവസാന രക്തസാക്ഷിയും CPM-നെ വിട്ടുപോയി. ആ കാലത്ത് പിണറായിയുടെ മക്കൾ വിദേശത്ത് പഠിക്കുകയും ഇന്ന് നിരവധിയായ കുട്ടികൾ ഈ സംസ്ഥാനത്ത് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് അഭ്യസ്ത മേഖലയിൽ ജോലി ചെയ്ത് ഇപ്പോൾ കടന്നു പോവുകയും. DYFIക്ക് കുറ്റബോധമുണ്ടോ? സമരം ചെയ്ത SFIക്ക് കുറ്റബോധമുണ്ടോ? ഈ കോളേജുകളിലെല്ലാം ഇപ്പോൾ കലാലയം ഇലക്ഷൻ വന്നാൽ അവിടെയും അടിയ ആരാ? ഈ SFIയും DYFIയും. യോഗത്തിന് ആശംസകൾ അറിയിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മൂസ താജുദ്ദീൻ, UDF കമ്മിറ്റിയുടെ കോർഡിനേറ്റർ ബേബി തോമസ് കാവാലം, മുസ്ലിം ലീഗ് ഇടവെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ പ്രസിഡന്റ് അമീർ വാണിയപ്പൊരിയിൽ, തൊടുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് PJ തോമസ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷീജ നൌഷാദ്, മോളി ബിജു, അസീസി ഇല്ലിക്കൽ, മെമ്പർമാരായ താഹിറ അമീർ, അഡ്വക്കേറ്റ് അജ്മൽ ഖാൻ അസീസ്, ബ്ലോക്ക് സെക്രട്ടറി MP അഷ്റഫ്, നിസാർ ഇടവെട്ടി, സിജോ ജോസ് കൈപ്പിളിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. കത്തോലിക്ക കോൺഗ്രസ് തുടങ്ങനാട് ഫൊറോന യൂണിറ്റ് ഐക്യദാർഢ്യ ദിനാചരണവും പ്രതിഷേധ യോഗവും നടത്തി. മുനമ്പം നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗം തുടങ്ങനാട് ഫൊറോന ഡയറക്ടർ റവറന്റ് ഫാദർ ജോൺസൺ പുള്ളീറ്റ് ഉദ്ഘാടനം ചെയ്തു. നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. തുടങ്ങനാട് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതിയുടെ ആഹ്വാനപ്രകാരം AKCC തുടങ്ങനാട് സെന്റ് തോമസ് ഫൊറോന യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മുനമ്പം നിവാസികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച പ്രതിഷേധ ദിനാചരണവും പ്രതിഷേധ യോഗവും നടത്തി. മുനമ്പത്തെ ജനതയുടെ ഭൂമിയിലുള്ള വഖഫ് അവകാശവാദം പൂർണ്ണമായും അവസാനിപ്പിക്കുക, വഖഫ് നിയമത്തിലെ ഭേദഗതി മുൻകാല പ്രാബല്യത്തോടെ നടപ്പിലാക്കുക, ഭേദഗതി ബില്ലിനെതിരെ കേരള നിയമസഭ പാസാക്കിയ പ്രമേയം പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ദിനാചരണവും പ്രതിഷേധ യോഗവും നടത്തിയത്. പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം തുടങ്ങനാട് ഫൊറോന ഡയറക്ടർ റവറന്റ് ഫാദർ ജോൺസൺ പുള്ളീറ്റ് നിർവഹിച്ചു. പ്രതിഷേധ കൂട്ടായ്മയ്ക്ക് അഡ്വക്കേറ്റ് സന്തോഷ് തേവർകുന്നേൽ, ദേവസ്യാച്ചൻ ആരനോലിക്കൽ, അജിത് കുര്യൻ പൂവത്തുങ്കൽ, ജോബി തീക്കുഴിവേലിൽ, രഞ്ജിത്ത് മനപ്പുറത്ത്, ബിൻസ് വട്ടപ്പലം, ടോമി നെല്ലൻകുഴി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, മുട്ടം. തൊടുപുഴ ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ ആദ്യ ബാച്ച് വിദ്യാർത്ഥികളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം തൊടുപുഴ ജോവാൻസ് റെസിഡൻസിയിൽ നടന്നു. ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും പഴയ സുഹൃത്തുക്കൾ ഒത്തുകൂടി. പഴയകാല ഓർമ്മകൾ പുതുക്കലിന്റെ ഭാഗമായി കൂട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് അസംബ്ലി കൂടുകയും പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. പഴയകാല ഓർമ്മകൾ പുതുക്കുന്ന ഫോട്ടോകൾ വെച്ചുള്ള വീഡിയോ പ്രദർശനവും നടത്തി.
1964 5ാം ക്ലാസ് മുതൽ ആരംഭിച്ച തൊടുപുഴ ഡീപോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അതിന്റെ 60 വർഷം പൂർത്തിയാക്കുന്ന 2024 ആദ്യ ബാച്ചിന്റെ അപൂർവ സംഗമം തൊടുപുഴ ജോവാൻസ് റെസിഡൻസിയിൽ നടന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലായി താമസമാക്കിയിട്ടുള്ള ഇവർ വർഷങ്ങൾക്കിപ്പുറം ഒത്തുകൂടിയപ്പോൾ പഴയകാല ഓർമ്മ പുതുക്കലിന്റെ ഭാഗമായി കൂട്ടുകാരെല്ലാവരും ഒത്തുചേർന്ന് അസംബ്ലി കൂടുകയും പ്രാർത്ഥന ചൊല്ലുകയും ചെയ്തു. പഴയകാല ഓർമ്മകൾ പുതുക്കുന്ന ഫോട്ടോകൾ വെച്ചുള്ള വീഡിയോ പ്രദർശനവും നടന്നു. ജോപി ജെ.കെ. പാടത്തിൽ, മാത്യു കണ്ടിരിക്കൽ, എൽസമ്മ, കെ.എ. രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മള് 1964 തൊടുപുഴ ഡീപോൾ മാസപ്പള്ളിയിൽ ഇരുന്ന സ്ഥലത്തുള്ള കൊച്ചു പള്ളിക്കൂടത്തില് 2 ബാച്ചുകൾ 52 പേര് അന്ന് കൂടി. അവരെല്ലാവരും കൂടി ഇന്ന് 60 വർഷത്തിന് ശേഷം ഇവർ സമ്മേളിക്കുമ്പോൾ എത്രമാത്രം ഒരു സന്തോഷമുള്ള ദിവസമാണെന്ന് പറയുക. നമ്മൾ 52 പേരിൽ 7 പേരാണ് നമ്മളിൽ നിന്നും വേർപെട്ട് പോയിട്ട് മരിച്ചുപോയി. അവരുടെ അവർക്ക് വിദ്യം പ്രാർത്ഥിക്കുകയും ഇവിടെ കൂടാനായിട്ട് നമ്മളെ പറ്റുന്ന ആൾക്കാർ ഇവിടെ വന്നു. അവരോടൊപ്പം ഉണ്ടായിരുന്നവരുടെ സ്പോർട്സും എത്തിയിട്ടുണ്ട്. എന്തായാലും ഈ അവസരത്തിൽ നമുക്ക് കാണുന്നതിനായിട്ട് എൽസമ്മ ജർമ്മനിയിൽ നിന്നും പലപ്പോഴും ഈ ഒരു കേന്ദ്രത്തെ പറ്റി ആലോചിക്കാറുണ്ടായിരുന്നു. പലപ്പോഴും കൂടിയിട്ടുണ്ട്. ഈ ഇന്നത്തെ ദിവസം പൗളി വരുന്ന ഗീതയുടെ വരവും ഐസമ്മയുടെ വരവും അതുമെല്ലാം ജോബ് എല്ലാവരെയും വിളിച്ച് ഓരോരുത്തരെയും പേഴ്സണലായിട്ട് വിളിച്ച് ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സേവ് ആലക്കോട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ആലക്കോട് കുട്ടപ്പൻ കവലയിൽ നടന്ന സമരസമിതി വിശദീകരണ യോഗം സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇ.പി. അനിൽ ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോസ് മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. നിരവധി പേർ യോഗത്തിൽ സംസാരിച്ചു. ആലക്കോടിനെ ക്വാറി പ്ലൈവുഡ് കമ്പനി ഹബ്ബാക്കുന്ന അധികൃത നടപടിക്കെതിരെ സേവ് ആലക്കോട് ആക്ഷൻ കൗൺസിൽ ജനകീയ വിശദീകരണ യോഗം നടത്തി. ആലക്കോട് കുട്ടപ്പൻ കവലയിൽ നടന്ന സമരസമിതി വിശദീകരണ യോഗത്തിന്റെ ഉദ്ഘാടനം സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ ഇ.പി. അനിൽ നിർവഹിച്ചു. കേരളത്തിന്റെ പ്രകൃതി വിഭവത്തെ കേവലം 48 രൂപ ടണ്ണിന് ഈടാക്കി 700 രൂപ പൊതുമാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ അധികൃതർ കൂട്ടുനിൽക്കുന്നുവെന്നും പെരുമ്പാവൂരിൽ നിന്ന് പറഞ്ഞാൽ തൊടുപുഴയാണ് പ്ലൈവുഡ് കമ്പനികളുടെ അടുത്ത സ്റ്റോപ്പെന്നും ഇത് സമാധാനപരവും ജൈവ വൈവിധ്യവും നിറഞ്ഞ തൊടുപുഴയെ ഇല്ലാതാക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ക്യാൻസറും ത്വക്ക് രോഗങ്ങളും ശ്വാസകോശ രോഗങ്ങളുടെയും നാടായി ആലക്കോട് മാറാതിരിക്കാൻ ജനം ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തിയ മനോജ് കൊക്കാട്ട് ആവശ്യപ്പെട്ടു. ആക്ഷൻ കൗൺസിൽ ചെയർമാൻ ജോസ് മുണ്ടയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ഭാരവാഹികളായ ഷിജു ബി, സതീശൻ കൊല്ലപ്പള്ളി തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ആലക്കോട്. ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലുള്ള കുട്ടികളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ ചിന്ന ചിന്ന ആശയ പദ്ധതിയുമായി ഇടുക്കി ജില്ലാ ഭരണകൂടം 18 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ സമ്മാനങ്ങൾ നൽകുന്നതാണ് പദ്ധതി. വിവിധ കാരണങ്ങളാൽ ചൈൽഡ് ഹോമുകളിലെത്തിയവരുടെ ചെറിയ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവർ മുന്നോട്ട് വരണമെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി IAS അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ വിവിധ ശിശു സംരക്ഷണ സ്ഥാപനങ്ങളിലുള്ള 1000-ലധികം കുട്ടികളുടെ ചുണ്ടിൽ പുഞ്ചിരി വിരിയിക്കാൻ ചിന്ന ചിന്ന ആശയ പദ്ധതിയുമായി ജില്ലാ ഭരണകൂടം. ശിശുദിനത്തോടനുബന്ധിച്ച് 18 വയസ്സുവരെയുള്ള 1084 കുട്ടികൾക്ക് പൊതുജനങ്ങളുടെ സഹകരണത്തോടെ സമ്മാനങ്ങൾ നൽകുന്നതാണ് പദ്ധതിയെന്ന് ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പറഞ്ഞു. വനിതാ ശിശു വികസന വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ 43 ചൈൽഡ് ഹോമുകളിലുള്ള കുട്ടികളിൽ നിന്നും ആവശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. 18 വയസ്സിന് താഴെയുള്ള 644 പെൺകുട്ടികളും 444 ആൺകുട്ടികളുമാണുള്ളത്. വിവിധ കാരണങ്ങളാൽ ചൈൽഡ് ഹോമുകളിൽ എത്തിയവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിവുള്ളവർ മുന്നോട്ട് വരട്ടെ എന്ന് കളക്ടർ അഭ്യർത്ഥിച്ചു. നമസ്കാരം. ചിന്ന ചിന്ന ആശൈ നമ്മുടെ ജില്ലയിലെ 43 ചിൽഡ്രൻസ് ഹോമുകളുമായി ഉള്ള 1084 കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ
നമുക്ക് യഥാർത്ഥമാക്കാൻ സാധിക്കുന്ന ഒരു പദ്ധതിയാണ്. ഈ നവംബർ 14 ശിശുദിനത്തിലാണ് നമ്മളെ കുട്ടികളുടെ ചെറിയ ചെറിയ ആഗ്രഹം, ഡ്രസ്സ് ആവട്ടെ, ഫുട്ബോൾ ആവട്ടെ, ഗെയിംസ് ആവട്ടെ, നമുക്ക് അവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഗൂഗിൾ ഫോം വഴി നമ്മൾ അവരുടെ ആഗ്രഹങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരുടെയും സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. അവരുടെ മുഖങ്ങളിലെ പുഞ്ചിരി കൊടുക്കാൻ സാധിക്കട്ടെ. സ്നേഹം എല്ലാവരോടും നമുക്ക് പങ്കുവെക്കാം. അവർക്ക് വേണ്ടി നമ്മളെല്ലാവരും ഉണ്ട് എന്നുള്ള മെസ്സേജ് അവർക്ക് പാസ് ചെയ്യാൻ സാധിക്കും. സമ്മാനം നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ജില്ലയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ idukki.nic.in സന്ദർശിച്ച് കുട്ടികളുടെ ആഗ്രഹങ്ങൾ കാണാം. ഹോം പേജിലെ ബാനറോ നോട്ടീസ് ടാബിലെ അറിയിപ്പുകൾ ഓപ്ഷനോ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഗൂഗിൾ ഫോമിൽ ചൈൽഡ് ഹോമുകളുടെ പേര് വിവരങ്ങളുണ്ട്. ഇതിൽ നിന്നും താൽപ്പര്യമുള്ള സ്ഥാപനങ്ങളെ സെലക്ട് ചെയ്താൽ പ്രസ്തുത ചൈൽഡ് ഹോമിലെ എല്ലാ കുട്ടികളുടെയും വിവരങ്ങളടങ്ങിയ ലിസ്റ്റ് ലഭിക്കും. ആ പേജിൽ കുട്ടികളുടെ പേര് വെളിപ്പെടുത്താതെ കുട്ടിയുടെ ID നമ്പറും വയസ്സും ജെൻഡറും ആഗ്രഹവും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. സമ്മാനം നൽകാൻ താൽപ്പര്യമുള്ളവർക്ക് ഒന്നോ അതിൽ കൂടുതലോ കുട്ടികളെ സെലക്ട് ചെയ്യാം. തുടർന്ന് തങ്ങളുടെ പേര്, ഫോൺ നമ്പർ, വിലാസം എന്നിവ നൽകണം. ശിശുദിനത്തിൽ ജില്ലാ ശിശു സംരക്ഷണ സമിതി അനുവദിക്കുന്ന സമയത്ത് അതത് ചൈൽഡ് ഹോമുകളിൽ നേരിട്ടെത്തി കുട്ടികൾക്ക് സമ്മാനങ്ങൾ കൈമാറാം. അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന കുട്ടിയുടെ ID നമ്പറും ജനന തീയതിയും രേഖപ്പെടുത്തി അതത് ചൈൽഡ് ഹോമിലേക്ക് കൊറിയർ ചെയ്യാം. ചൈൽഡ് ഹോമുകളുടെ മേൽവിലാസം വെബ്സൈറ്റിൽ നൽകിയിട്ടുണ്ട്. ജില്ലയിലെ 5 താലൂക്ക് ഓഫീസുകളിലോ കളക്ടറേറ്റിൽ സജ്ജീകരിച്ചിട്ടുള്ള കൺട്രോൾ റൂമിലോ നേരിട്ടെത്തിക്കാം. സമ്മാന പൊതിയുടെ പുറത്ത് ചൈൽഡ് ഹോമിന്റെ പേര്, കുട്ടിയുടെ ID നമ്പർ, ജനന തീയതി എന്നിവ രേഖപ്പെടുത്തണം. പദ്ധതി സംബന്ധിച്ച പൊതുജനങ്ങളുടെ സംശയങ്ങൾക്ക് 9656402182 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശം അയക്കാം. ചൈൽഡ് ഹോമുകളിലെ എല്ലാ കുട്ടികൾക്കുമായി പൊതുവിൽ പ്രയോജനപ്പെടുത്താവുന്ന പ്രായത്തിനനുസരിച്ചുള്ള സൈക്കിൾ, TV പോലുള്ള സമ്മാനങ്ങൾ കളക്ടറേറ്റിലെയോ താലൂക്ക് ഓഫീസുകളിലെയോ കൺട്രോൾ റൂമിൽ നേരിട്ടെത്തിക്കാമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു. ഒരു കുട്ടിയുടെ ആഗ്രഹം സ്പോൺസർ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ ID അടക്കമുള്ള വിവരങ്ങൾ ലിസ്റ്റിൽ നിന്നും ഒഴിവാകുന്ന രീതിയിലാണ് വെബ് പേജ് സജ്ജീകരിച്ചിട്ടുള്ളത്. ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, നാഷണൽ ഇൻഫർമാറ്റിക് സെന്റർ എന്നിവയുടെ സഹകരണത്തോടെയാണ് ജില്ലാ ഭരണകൂടം പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ സമ്മേളനം മൂലമറ്റത്ത് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. KJU ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി KS മധു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പുതിയ മേഖലാ ഭാരവാഹികളെ തിരഞ്ഞെടുത്തു. AR അനീഷ് പ്രസിഡന്റ്, സൈമൺ ബെഞ്ചമിൻ സെക്രട്ടറി, AA ഹാരിസ് ട്രഷറർ ഉൾപ്പെടെയുള്ള ഭരണസമിതിയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ സമ്മേളനം നടന്നു. നിരവധി വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നമ്മൾ നല്ല കാര്യത്തിന് വേണ്ടി, ജെനുവിനായിട്ടുള്ള കാര്യത്തിന് വേണ്ടി, നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഒരു സംഘടനയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ തുടക്കത്തിൽ പല പ്രതിസന്ധികളുണ്ടെങ്കിലും അത് പടിപടിയായി കുറേ ആൾക്കാർ വരും. നമ്മളുടെ ഉദ്ദേശശുദ്ധിയെ പറ്റി അവർക്ക് ബോധ്യം വരും. ആ ഉദ്ദേശശുദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് കൃത്യമായ റിസൾട്ട് ഉണ്ടാകും. യാതൊരു സംശയമുണ്ട്. ഏതെല്ലാം രംഗത്ത് ഉദ്ദേശശുദ്ധിയോടുകൂടി പ്രവർത്തിച്ചിട്ടുണ്ടോ അതെല്ലാം കൃത്യമായിട്ടുള്ള റിസൾട്ടും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന മുഴുവൻ പേരെയും പ്രത്യേകമായിട്ട് ആശംസകളും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ പ്രവർത്തന പരിപാടി, യൂണിയൻ്റെ പ്രവർത്തന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. നമസ്കാരം. KJU ഇടുക്കി ജില്ലാ ജനറൽ സെക്രട്ടറി KS മധു അധ്യക്ഷനായി. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീകുമാർ സംസാരിച്ചു. സംഘടനയുടെ കരുത്തും മാധ്യമ സ്വാതന്ത്ര്യവും എന്ന വിഷയത്തെപ്പറ്റി KJU സംസ്ഥാന വൈസ് പ്രസിഡന്റ് MA ഷാജി ക്ലാസ് എടുത്തു. തുടർന്ന് മേഖലാ ഭാരവാഹികളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. AR അനീഷ് ദേശാഭിമാനി പ്രസിഡന്റ്, സൈമൺ ബെഞ്ചമിൻ VBC സെക്രട്ടറി, AA ഹാരിസ് മാധ്യമം ട്രഷറർ, S ഷാനവാസ് മനോരമ വൈസ് പ്രസിഡന്റ്, ബേബി താനിക്കൽ മംഗളം ജോയിന്റ് സെക്രട്ടറി ഉൾപ്പെടെ 15 അംഗ കമ്മിറ്റിയും തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, മൂലമറ്റം. ബിസിനസ് വാർത്ത. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഹൈടെക് ബ്യൂട്ടി പാർലറായ പിനാക്കിൾ ബ്യൂട്ടി സ്റ്റുഡിയോ തൊടുപുഴ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപം KV's പ്ലേസ് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. തൊടുപുഴ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീര ബിഞ്ചു ഉദ്ഘാടനം നിർവഹിച്ചു. തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ, വാർഡ് മെമ്പർ PG രാജശേഖരൻ, തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ മേഖലാ വൈസ് പ്രസിഡന്റ് സൽജൻ തോമസ് എന്നിവർ സന്നിഹിതരായിരുന്നു. പുതുപുത്തൻ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് നിറശോഭയേകി എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടി സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി ഹൈടെക് ബ്യൂട്ടി പാർലറായ പിനാക്കിൾ ബ്യൂട്ടി സ്റ്റുഡിയോ തൊടുപുഴ മൂപ്പിൽക്കടവ് പാലത്തിന് സമീപം KV's പ്ലേസ് ബിൽഡിംഗിൽ പ്രവർത്തനം തുടങ്ങി. തൊടുപുഴ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TC രാജു തരണയിൽ, വാർഡ് മെമ്പർ PG രാജശേഖരൻ, തൊടുപുഴ മർച്ചന്റ് അസോസിയേഷൻ മേഖല വൈസ് പ്രസിഡന്റ് സൽജൻ തോമസ് എന്നിവരുടെ മഹനീയ സാന്നിധ്യത്തിൽ പിനാക്കിൾ ബ്യൂട്ടി സ്റ്റുഡിയോയുടെ ഉദ്ഘാടനം തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സബീന ബിഞ്ചു നിർവഹിച്ചു.
നല്ല ആധുനിക സൗകര്യങ്ങളോടുകൂടി ഇന്നിവിടെ ആരംഭിക്കുന്ന പിന്നാക്കിൾ എന്ന ഈ സ്ഥാപനം, ടിൻസിയുടെ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇവിടെ സംഘടിച്ചിട്ടുള്ള എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു. അപ്പോൾ തൊടുപുഴക്കാരുടെ എല്ലാ സൗന്ദര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യട്ടെ ഞങ്ങൾ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ടിൻസിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു. തൊടുപുഴയിലുള്ള ഏറ്റവും അത്യാധുനികമായിട്ടുള്ളൊരു സ്ഥാപനമാണ് പിനാക്കിൾ എന്ന ഈ സ്ഥാപനം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഈ ദമ്പതികളുടെ ഒരു ഹാർഡ് വർക്ക് ഇപ്പം നമ്മൾ കാണുന്ന സാധനം 70% ഇവരുടെ തന്നെ കഷ്ടപ്പാടാണ്. അതുകൊണ്ട് നമ്മളൊരു പ്രസ്ഥാനം വിജയിപ്പിക്കണമെന്ന് ഹാർഡ് വർക്കും ഉറച്ച വിശ്വാസവും ഉണ്ടെങ്കിൽ അത് വിജയിപ്പിക്കാൻ പറ്റും. അത് ഇവർ വിജയിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ ദൈവാനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിലുണ്ടാകുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ത്രെഡിംഗ്, ഫേഷ്യൽ, ഹൈഡ്രാ ഫേഷ്യൽ, ഹെയർ കട്ട്, ഹെയർ ട്രീറ്റ്മെൻറ്റ്, പെഡിക്യൂർ, മാനിക്യൂർ, വാക്സിംഗ്, ബ്രൈഡൽ മേക്കപ്പ്, ലൈറ്റ് ആൻഡ് സിമ്പിൾ മേക്കപ്പ്, ഹെയർ കളറിംഗ്, ഹെയർ സ്പാ, കെരാറ്റിൻ, ബോട്ടോക്സ്, സ്മൂത്തനിങ്, മൈക്രോബ്ലേഡിംഗ്, ഹെയർ എക്സ്റ്റൻഷൻ, നെയിൽ എക്സ്റ്റൻഷൻ, പാലുണ്ണി കരിക്കൽ, കാതുകുത്തൽ തുടങ്ങിയ സേവനങ്ങൾ ഇവിടെ ലഭ്യമാണ്. തൊടുപുഴ മൂപ്പിക്കടവ് പാലത്തിന് സമീപം കെവീസ് പ്ലേസ് ബിൽഡിങ്ങിൽ ഞാനൊരു ബ്യൂട്ടി പാർലർ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് മുതൽ എല്ലാവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമുക്കിവിടെ ലഭിക്കുന്ന സർവീസുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രെഡിങ്, ഹെയർ കട്ട്, ഫേഷ്യലുകൾ, ഹെയർ ട്രീറ്റ്മെൻറ്റുകളെല്ലാം തന്നെ, പിന്നെ ബ്രൈഡൽ മേക്കപ്പ് പാക്കേജുകളുണ്ട്, ഹൈഡ്രാ ഫേഷ്യൽ, പെഡിക്യൂറ്, മാനിക്യൂറ്, വാക്സിങ്, എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. കാത് കുത്തി കൊടുക്കും. അങ്ങനെ എല്ലാ സർവീസുകളും നിങ്ങൾ വന്ന് ചോദിക്കുന്ന എല്ലാ സർവീസുകളും ഞങ്ങൾക്ക് നൽകുവാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഇങ്ങോട്ട് സ്വാഗതം ചെയ്യുന്നു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ കയ്യാലയ്ക്കകത്ത് റിട്ടയർഡ് SP KG സൈമണിന്റെയും റിട്ടയർഡ് വിദ്യാഭ്യാസ ഉപഡയറക്ടർ അനില സൈമണിന്റെയും മകൻ സൂരജും ഗുവാഹത്തി കസ്തൂർബ നഗറിലെ ദീപൻ കുമാർ ബോർഡോലോയുടെയും ആനി ബോർഡോലോയുടെയും മകൾ ധൃതിയും എള്ളുംപുറം സെന്റ് മത്യാസ് CSI പള്ളിയിൽ വിവാഹിതരായി. CSI ഈസ്റ്റ് കേരള മഹായിടവക മുൻ ബിഷപ്പ് ഡോക്ടർ KG ഡാനിയൽ വിവാഹം ആശീർവദിച്ചു. ബിഷപ്പ്മാരായ റൈറ്റ് റവറൻ VS ഫ്രാൻസിസ്, റൈറ്റ് റവറൻ ഡോക്ടർ റോയിസ് മനോജ്, റൈറ്റ് റവറൻ ഡോക്ടർ സാബു K ചെറിയാൻ, റൈറ്റ് റവറൻ തോമസ് K ഉമ്മൻ, റൈറ്റ് റവറൻ ഡോക്ടർ ഉമ്മൻ ജോർജ്, വൈദികർ, മന്ത്രി റോഷി അഗസ്റ്റിൻ, രാഷ്ട്രീയ സാമൂഹിക കലാമണ്ഡലങ്ങളിലെ നിരവധി പേർ എന്നിവർ പങ്കെടുത്തു.
തൊടുപുഴ മുനിസിപ്പൽ യു പി സ്കൂൾ വെങ്ങല്ലൂരിന് സ്പോർട്സ് കിറ്റ് സമ്മാനിച്ച് ബി സ്പോർട്സ്. സ്ഥാപനത്തിന്റെ ഉടമയായ ബിനോ സ്കൂളിൽ നേരിട്ടെത്തിയാണ് കുട്ടികൾക്ക് കിറ്റ് കൈമാറിയത്. സ്കൂളിനായി സ്പോർട്സ് സാമഗ്രികളുടെ ആവശ്യകത PTA കമ്മിറ്റി അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം കിറ്റ് എത്തിച്ചു നൽകിയത്. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ സ്വപ്ന എം.ആറും കുട്ടികളും ചേർന്ന് കിറ്റ് ഏറ്റുവാങ്ങി. തൊടുപുഴ മുനിസിപ്പൽ യു പി സ്കൂളിന് ബാഡ്മിന്റൺ സാമഗ്രികളും ഫുട്ബോളും അടങ്ങുന്ന സ്പോർട്സ് കിറ്റ് സമ്മാനിച്ച് തൊടുപുഴയിലെ പ്രമുഖ സ്പോർട്സ് സ്ഥാപനമായ ബി സ്പോർട്സ്. 4 ബാഡ്മിന്റൺ റാക്കറ്റുകളും നെറ്റും ഷട്ടിലുകളും അടങ്ങുന്ന കിറ്റിനു പുറമെ ഒരു ഫുട്ബോളും സ്കൂളിനായി സമ്മാനിച്ചു. ബി സ്പോർട്സ് ഉടമയായ ബിനോ സ്കൂൾ അസംബ്ലിയിൽ നേരിട്ടെത്തിയാണ് കുട്ടികൾക്ക് കിറ്റ് കൈമാറിയത്. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രേംജി സുകുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്കൂൾ ഹെഡ് മിസ്ട്രസ് സ്വപ്ന എം.ആറും കുട്ടികളും ചേർന്ന് കിറ്റ് ഏറ്റുവാങ്ങി. സ്കൂളിനായി സ്പോർട്സ് സാമഗ്രികളുടെ ആവശ്യകത PTA കമ്മിറ്റി അറിയിച്ചതിനെ തുടർന്നാണ് അദ്ദേഹം കിറ്റ് എത്തിച്ചു നൽകിയത്. സ്കൂളിലെ വിവിധ പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായ അദ്ദേഹം കുട്ടികൾക്ക് വേണ്ട ജേഴ്സി കൂടി സ്പോൺസർ ചെയ്യാമെന്നേറ്റിട്ടാണ് സ്കൂളിൽ നിന്നും മടങ്ങിയത്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിനെ LDF പ്രവർത്തകർ ഓഫീസിലെത്തി ഉപരോധിച്ചു. ഉപരോധത്തെ തുടർന്ന് നവംബർ 13-ന് കമ്മിറ്റി വിളിച്ചു ചേർക്കുവാനും അജണ്ട ചർച്ച ചെയ്യുവാനും പ്രസിഡന്റ് തീരുമാനിച്ചു. അജണ്ട ഉൾപ്പെടുത്തിയ കമ്മിറ്റി നോട്ടീസിൽ LDF ജനപ്രതിനിധികളെ കൊണ്ട് ഒപ്പിടിവിച്ചതിനെ തുടർന്ന് ഉപരോധ സമരം LDF പ്രവർത്തകർ അവസാനിപ്പിച്ചു. ഉപരോധ സമരത്തിന് LDF നേതാക്കളായ TM മുജീബ്, EK അജ്നാസ് ഉൾപ്പെടെയുള്ളവർ നേതൃത്വം നൽകി. അതേസമയം സെക്രട്ടറിയുടെ അസൗകര്യം മൂലമാണ് കമ്മിറ്റി മാറ്റിവെച്ചതെന്ന് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ പറഞ്ഞു. തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി പഞ്ചായത്തിലെ 9 വാർഡുകളിലൂടെ കടന്നുപോകുന്ന MVIP കനാൽ മാലിന്യം മുക്തമാക്കണമെന്നാവശ്യപ്പെട്ടു. പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കുക, പ്രളയത്തിൽ തകർന്ന വള്ളക്കടവ് കമ്പിപ്പാലത്തിന്റെ ഇരുമ്പ് നഷ്ടപ്പെട്ടതിൽ പഞ്ചായത്ത് അംഗത്തിന്റെ പങ്ക് അന്വേഷിക്കുക, കലാനിക്കൽ പാർക്കിന്റെ സാമ്പത്തിക തട്ടിപ്പിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് LDF നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി മാർട്ടിനെ LDF പ്രവർത്തകർ ഓഫീസിലെത്തി ഉപരോധിച്ചു. പഞ്ചായത്തും മെമ്പർമാരും ടൂറടിച്ച് നടക്കുന്നു. പ്രസിഡന്റ് മനസ്സിലാക്കേണ്ട കാര്യം, ഞങ്ങള് ഈ തൊഴിലുറപ്പിൽപ്പെടുത്തി MVIP കനാല് പണിയെടുക്കാൻ പറഞ്ഞു. ഞങ്ങൾ ആവശ്യം ഉന്നയിച്ച് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു, ഞങ്ങളുടെ മെമ്പർമാരും പറഞ്ഞു. നിങ്ങൾ കേൾക്കാത്തതുകൊണ്ട് സമരം വന്നിരുന്നു. 2 പ്രാവശ്യം സമരം ചെയ്തു, നിങ്ങളത് പരിഗണിച്ചില്ല. അപ്പം നിങ്ങൾ പറഞ്ഞു MVIP കനാൽ അധികൃതർ സമ്മതിക്കാതെ നിങ്ങൾക്ക് കനാൽ പണിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പോയി അവരുടെ അടുക്കൽ സമ്മർദ്ദം ചെലുത്തി നിങ്ങൾക്ക് കത്തയപ്പിച്ചു. ആ കത്ത് നിങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച വെച്ചപ്പോൾ നിങ്ങളുടെ ഈ പഞ്ചായത്തിലെ തന്നെ സുഭാഷ് കുമാറും ഷീജ നൌഷാദും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ അജണ്ട ചർച്ച ചെയ്യാതെ മാറ്റിവെച്ചു. മാലിന്യം നിറഞ്ഞ MVIP കനാൽ തൊഴിലുറപ്പിൽപ്പെടുത്തി വൃത്തിയാക്കുന്നതിന് ഒക്ടോബർ 30-ന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ അജണ്ട നിശ്ചയിച്ചിരുന്നു. എന്നാൽ UDF-നെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധികളായ ഷീജ നൌഷാദും AK സുഭാഷ് കുമാറും എതിർപ്പുയർത്തിയതിനെ തുടർന്ന് അജണ്ട ചർച്ച ചെയ്യാതെ മാറ്റിവെക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് LDF ജനപ്രതിനിധികൾ ഇതേ അജണ്ട ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നവംബർ 1-ന് രേഖാമൂലം കത്ത് നൽകുകയും പരിഗണിക്കാതെ വന്നതിനെ തുടർന്ന് കഴിഞ്ഞ 4 ദിവസമായി പഞ്ചായത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം അനുഷ്ഠിക്കുകയുമായിരുന്നു. എന്നാൽ മാറ്റിവെച്ച അജണ്ട 6 മാസത്തിന് ശേഷമേ പരിഗണിക്കുന്നുള്ളൂ എന്ന നിലപാടായിരുന്നു UDF ഭരണസമിതി സ്വീകരിച്ചത്. ഉപരോധത്തെ തുടർന്ന് നവംബർ 13-ന് കമ്മിറ്റി ഹാളിൽ വിളിച്ചു ചേർക്കുവാനും ഈ അജണ്ട ചർച്ച ചെയ്യുവാനും പ്രസിഡന്റ് തീരുമാനമെടുക്കുകയായിരുന്നു. അജണ്ട ഉൾപ്പെടുത്തിയ കമ്മിറ്റി നോട്ടീസിൽ LDF ജനപ്രതിനിധികളെ കൊണ്ട് ഒപ്പിടുവിച്ചതിനെ തുടർന്ന് ഉപരോധ സമരം LDF പ്രവർത്തകർ അവസാനിപ്പിക്കുകയായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയുടെ ആരംഭം മുതൽ ഈ കനാല്
തൊഴിലുറപ്പ് പ്രവർത്തകരെ ഉപയോഗിച്ചാണ് പഞ്ചായത്ത് വൃത്തിയാക്കിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് എടവെട്ടി പഞ്ചായത്ത് ഈ ജോലി ഏറ്റെടുക്കുന്നില്ല. തൊഴിലാളികൾക്ക് മറ്റ് ജോലികൾ ആവശ്യത്തിനുണ്ട് എന്ന ന്യായമാണ് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞുകൊണ്ടിരുന്നത്. MBIP അധികൃതർ ഈ കഴിഞ്ഞ 2 സാമ്പത്തിക വർഷമായിട്ട് മറ്റു മേഖലകളിൽ പഞ്ചായത്ത് തൊഴിൽ കൊടുക്കാൻ സാധ്യമാകാതെ വന്നപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഈ കനാല് പുനരുദ്ധരിക്കണമെന്ന് ഞങ്ങൾ LDFും തൊഴിലുറപ്പ് തൊഴിലാളികളും ദീർഘനാളായി പഞ്ചായത്തിനോട് ആവശ്യമുന്നയിക്കുകയാണ്. ഈ ആവശ്യമുന്നയിച്ച് നിരവധി സമരം പഞ്ചായത്തിന്റെ മുമ്പാകെ നടന്നു കഴിഞ്ഞു. അപ്പോൾ അന്നേരം പഞ്ചായത്ത് ഭരണാധികാരികൾ പറഞ്ഞത് MBIP അധികൃതരുടെ അനുവാദമില്ല ഇത് പണിയുന്നതിന് എന്നാണ്. ഞങ്ങൾ തന്നെ LDFന്റെ 3 ജനപ്രതിനിധികൾ MBIP ഉദ്യോഗസ്ഥരെ കാണുകയും അവരെ കൊണ്ട് പഞ്ചായത്തിന് ഇത് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി ഇത് വൃത്തിയാക്കി തരണം എന്നാവശ്യപ്പെട്ട് അത് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്തിന് കത്ത് കൊടുപ്പിക്കുകയും ചെയ്തു. MBIP കനാല് തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി വൃത്തിയാക്കണം എന്നുള്ള ആവശ്യം ചർച്ച ചെയ്യാമെന്ന് അംഗീകരിക്കുകയും ആ അജണ്ട ഞങ്ങളെ കൊണ്ട് പഞ്ചായത്ത് മെമ്പർമാരെ കൊണ്ട് ഒപ്പിടിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇന്ന് ഈ സമരം ഞങ്ങൾ അവസാനിപ്പിച്ചിട്ടുള്ളത്. ഉപരോധ സമരത്തിന് LDF നേതാക്കളായ TM മുജീബ്, EK അജിനാസ്, സണ്ണി കടത്തലക്കുന്നൽ, ഷീല ദീപു, VE അൻഷാദ്, PM യൂസഫ്, CB കോടമുള്ളിൽ, MN മനോഹർ, ജിമ്മി പോൾ, P പ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. ഇതേസമയം സെക്രട്ടറിയുടെ അസൗകര്യം മൂലമാണ് കമ്മിറ്റി മാറ്റിവെച്ചതെന്ന് പ്രസിഡന്റ് ബിൻസി മാർട്ടിൻ പറഞ്ഞു. LDFന്റെ മെമ്പർമാര് 3 അജണ്ട തൊഴിലുറപ്പിൽ പണി തരണമെന്നും പറഞ്ഞ് അവർ അജണ്ട തരികയുണ്ടായി. ആ അജണ്ട നമ്മൾ അടുത്ത ആഴ്ചത്തെ കമ്മിറ്റിയിലേക്ക് ചർച്ച ചെയ്യുന്നതിന് മാറ്റിവെക്കുകയാണ് ചെയ്തത്. സെക്രട്ടറിക്ക് 2 ദിവസം പത്തനംതിട്ടയിലെ ട്രെയിനിങ് ഉള്ളതിനാൽ നമ്മൾ ഈ കമ്മിറ്റി 13-ാം തീയതി പത്രികയിടാമെന്ന് അവരോട് പറഞ്ഞിരുന്നതാണ്. ഇന്ന് ഞാൻ പത്രിക ഇവിടെ വന്ന് കമ്മിറ്റി ക്ലോസ് ചെയ്യുകയും മെമ്പർമാരെ കൊണ്ട് അതിൻ്റെ അകത്ത് ഒപ്പുവയ്ക്കുകയും ചെയ്തതോടുകൂടി അവര് പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ന്യൂസ് ബ്യൂറോ, ഇടവെട്ടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്തെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഊർജം പകർന്ന് സീപ്ലെയിനിന്റെ പരീക്ഷണ പറക്കൽ വിജയം. കൊച്ചി ബോൾഗാട്ടി മറീനയിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത വിമാനം ഇടുക്കി മാട്ടുപ്പെട്ടി ഡാമിൽ വിജയകരമായി ലാൻഡ് ചെയ്തു. മുനമ്പ നിവാസികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കാളിയാർ സെന്റ് റീതാസ് ഫൊറോന വികാരി ഫാദർ ജോസഫ് മുണ്ടുനടയിൽ ഐക്യദാർഢ്യ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. UDF നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ TS ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു. സേവ് ആലക്കോട് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ജനകീയ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു. ആലക്കോട് കുട്ടപ്പൻ കവലയിൽ നടന്ന സമരസമിതി വിശദീകരണ യോഗം സാമൂഹ്യ പ്രവർത്തകനും എഴുത്തുകാരനുമായ EP അനിൽ ഉദ്ഘാടനം ചെയ്തു. കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൊടുപുഴ മേഖലാ സമ്മേളനം നടന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രൊഫസർ MJ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.